നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. ആ വാക്യത്തിന്റെ പ്രാധാന്യം എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഏത് വചനം കേൾക്കുമ്പോഴാണോ അതിങ്ങനെ ചങ്ക് തുളച്ചകത്തേക്ക് കയറി ഒരു വലിയ ആഘാതം നമ്മളിൽ ഏൽപ്പിക്കുന്നത്, ആ വാക്യത്തിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇനി പരുവപ്പെടുത്തേണ്ടത്. ഈ തഴുകി തലോടി പോകുന്ന, സുഖപ്പെടുത്തുന്ന മന്ദമാരുതനെ പോലെ ഒഴുകി കടന്നു പോകുന്ന വചനങ്ങളിലും അത്തരം സന്ദേശങ്ങളിലും സുഖം കണ്ടെത്തുന്നവരായി തീർന്നു പോകാതെ, ഇതുപോലെ നമ്മുടെ ചങ്കുലച്ച് കളയുന്ന, നമ്മളെ പിടിച്ചു കുലുക്കുന്ന വചനങ്ങളുണ്ട്. ആ വചനങ്ങളാണ് നമ്മളെ ഈ പരുവപ്പെടുത്താൻ പോകുന്നത്. നിനക്ക് ഒരു കുറവുണ്ട്. നമുക്കൊക്കെ ഇടയ്ക്കൊരു തോന്നൽ വരും, നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ്, ഞാൻ എന്താ തെറ്റായിട്ട് ചെയ്യുന്നത്, ഞാൻ എല്ലാം വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്തു പോകുന്നില്ലേ. നമ്മുടെ മുമ്പിൽ നിന്ന് കുഞ്ഞെ നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൺഫ്രണ്ട് ചെയ്യാൻ, ഇങ്ങനെ മുഖാഭിമുഖം നിന്ന് പറഞ്ഞു തരാൻ കർത്താവ് തമ്പുരാനേ പറ്റൂ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ആ കുറവ് മുഖത്ത് നോക്കി പറയില്ല, അവർ പുറകിൽ നിന്നേ പറയൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്പെൻഡ് ടൈം വിത്ത് ജീസസ്. കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അവൻ നമുക്ക് പറഞ്ഞു തരും, നിനക്കൊരു കുറവുണ്ട് കുഞ്ഞെ. എന്തിനാണ്? ആ കുറവ് പരിഹരിച്ചാലാണ്, ആ കുറവ് നീ മാറ്റിയെടുത്താലാണ് സ്വർഗപ്രവേശം സാധ്യമാകുന്നത്. അതുകൊണ്ട് കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ, നിത്യതയെ അവകാശമാക്കാൻ ഒരുപാട് നല്ല കാര്യം ഒരു വശത്ത് ഞാൻ ചെയ്യുമ്പോഴും നിനക്കറിയാം ഇനിയും എന്തോ ഒരു കുറവുണ്ട് എൻ്റെ ജീവിതത്തിൽ, അതെന്താണെന്ന് പറഞ്ഞു തരണേ എന്ന് തന്നെ പ്രാർത്ഥിക്കുക.